നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് കാവ്യ മാധവൻ. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിലാണ് കാവ്യ മാധവൻ ഇക്കാര്യം പറഞ്ഞത്. പൾസർ സുനിയെക്കുറിച്ചും തനിക്ക് ഒന്നും അറിയില്ലെന്ന് കാവ്യ പറഞ്ഞു. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, വേണ്ടി വന്നാൽ കാവ്യ മാധവനെ ഇനിയും ചോദ്യം ചെയ്തേക്കാമെന്നാണ് ആൽവ റൂറൽ SP AV ജോർജ് പറഞ്ഞത്. ഇനിയും എന്തൊക്കെ കാര്യങ്ങളിലാണ് പോലീസിന് വ്യക്തത ലഭിക്കേണ്ടത്? ഗിരീഷ്മ, ഇന്നലെ രാവിലെ 11 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് ആലുവയിലുള്ള ദിലീപിന്റെ തറവാട്ടിൽ വെച്ച് കാവ്യ മാധവനെ വിശദമായി ചോദ്യം ചെയ്തത്. ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്തത്. പ്രധാനമായും പോലീസിന് അറിയേണ്ടിയിരുന്നത് പൾസർ സുനിയുടെ മൊഴി സംബന്ധിച്ച ചില വ്യക്തതകളാണ്. പൾസർ സുനി നേരത്തെ പറഞ്ഞിരുന്നത് ഈ നടിയെ ആക്രമിച്ചതിന് ശേഷം ഈ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും ഉൾപ്പെടെയുള്ളവ കാവ്യയുടെ ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ കാവ്യയോട് ചോദിച്ചു. എന്നാൽ പൾസർ സുനിയെ തന്നെ അറിയില്ല എന്നുള്ളതായിരുന്നു കാവ്യ മാധവന്റെ മറുപടി. ഇതുകൂടാതെ ഈ ലക്ഷ്യയിൽ നിന്ന് ആ ദിവസങ്ങളിൽ 2.5 ലക്ഷം രൂപയുടെ ഒരു പണമിടപാട് നടന്നതായുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അക്കാര്യങ്ങളൊന്നും തന്നെ തനിക്കറിയില്ല എന്നുള്ളതായിരുന്നു കാവ്യ മാധവന്റെ മറുപടി. ഇതുകൂടാതെ ഈ 2013 ഗൂഢാലോചന സംബന്ധിച്ച് കാര്യങ്ങളൊന്നും തന്നെ തനിക്കറിയില്ല എന്നും കാവ്യ മാധവൻ മറുപടി പറയുകയുണ്ടായി ചോദ്യം ചെയ്യലിന്. മാത്രമല്ല, ദിലീപ് ആദ്യ വിവാഹമോചനം സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിന് പിന്നിൽ എന്തായിരുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ കാവ്യ മാധവൻ കാര്യമായ പ്രതികരണം നടത്തിയില്ല എന്നുള്ളതും ചോദ്യം ചെയ്യലിൽ നിന്നുള്ള സൂചനയായി പുറത്തു വരുന്നുണ്ട്. എങ്കിൽ തന്നെയും ഏതാനും വർഷം മുൻപ് വിദേശ പര്യടനം നടക്കവേ ദിലീപും ഈ നടിയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി തനിക്കറിയാമെന്നും കാവ്യ മാധവൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ കുറച്ച് സൂചനകൾ മാത്രമാണ് കാവ്യ മാധവനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ വിവരങ്ങൾ കാവ്യ മാധവന് അറിയാമായിരിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. കാരണം ഈ ഗൂഢാലോചനയിൽ പ്രധാന പ്രതിയായ ദിലീപിൻ്റെ ഭാര്യ കൂടിയാണ് കാവ്യ മാധവൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ കാവ്യയിൽ നിന്ന് ഇനിയും അറിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ആവശ്യമെങ്കിൽ ഇനിയും കാവ്യ മാധവനെ ചോദ്യം ചെയ്യും എന്ന് റൂറൽ SP AV ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ നടന്നത് ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കാവ്യയെ ചോദ്യം ചെയ്തത്. എന്നാൽ ആവശ്യമെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് തന്നെ റൂറൽ SP വ്യക്തമാക്കിയിരിക്കുന്നു. ഈ കാവ്യ മാധവനോടൊപ്പം തന്നെ ഇന്നലെ കാവ്യ മാധവൻ്റെ അമ്മ ശ്യാമളയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. എന്തു തന്നെയായാലും ഈ ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടില്ല. ഇനി ആവശ്യമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ആവശ്യമെങ്കിൽ കാവ്യയെ വീണ്ടും ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു പ്രധാനിയായ റൂറൽ SP ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.